അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുതുബി 87. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിദല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കാല മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയാണ്, നമ്മൾ പറഞ്ഞല്ല, ഒരു കുല്ലി അതിൻ്റെ ജുസിയാത്തിൻ്റെ മാഹിയത്തിൻ്റെ തമാമായിട്ടൊരു കുല്ലി വന്നാൽ, അല്ലെങ്കിൽ ആ മാഹിയത്തിൽ ദാഖിലായിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഖാരിജായി വന്നാൽ, അപ്പം ഇത് നമ്മൾ ഒന്നാമത്തെ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതായത് അതിൻ്റെ തരത്തിലുള്ളതായ ജുസിയാത്ത്, ആ ജുസിയാത്തിൻ്റെ മാഹിയത്തിൻ്റെ തമാമായിട്ട് കുല്ലിയില്. അതവന് വൈങ്കാന സാനിയ. ഇനി രണ്ടാമത്തേതായാൽ ഒരു കുല്ലിയെ എന്ത് ചെയ്ത്, അതായത് ജുസിയാത്തിന്റെ മാഹിയത്തിൽ ദാഖിലായാൽ അതെ. അപ്പോൾ അവിടെ നോക്കണം, വൈങ്കാന ആ കുല്ലിയായി തമാമൽ ജുസിയിൽ മുസ്തറക്കി ബൈനഹ, ആ മാഹിയത്തിൻ്റെയും ബൈന നൗഇൻ ആഖറ, വേറൊരു നൗഇൻ്റെയും ഇടയിൽ മുസ്തറക്കായ ജുസിന്റെ താമാമായിട്ട് വന്നാൽ, ഒരു മാഹിയത്തിൻ്റെയും വേറെ നൗഇൻ്റെയും ഇടയിൽ മുസ്തറക്കായ ജുസ് ആയിട്ട് ഏത് വന്നു, അത് മുസ്തറക്കായ ജുസിന്റെ താമായിട്ട് ഒരു കുല്ലിയെ വന്നാൽ ബഹുവ, അപ്പം ആ കുല്ലി അത് മഖൂലും, അത് പറയപ്പെടാൻ പറ്റുന്ന ഒന്നാണ്. ഈ ജവാബി മാവുവന്റെ ജവാബി, മാവുവയുടെ ജവാബില്. അതെങ്ങനെ? ബിഹസബി ശിർക്കത്തിൽ മഹളോയ ശിർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ, മഹളായ ശിർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാവുവന്റെ ജവാബിൽ പറയപ്പെടുന്നതായ ഒന്ന്. ഉദാഹരണം പറയാ, സെയ്ദുൻ വ അമ്രുൻ മാഹുമാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഹയവാൻ എന്ന് പറയും. ഹയവാൻ എന്ന് പറയാം. അപ്പൊ യുസമ്മ ജിൻസ, അപ്പൊ അതിനൊക്കെ എന്തെന്ന് പേര് പറയപ്പെടും? ജിൻസ് എന്ന് പറയപ്പെടും. പിന്നെ വറസമൂഹു, എന്നാൽ ഈ പറഞ്ഞതായ ജിൻസിന് പറയപ്പെട്ടെങ്കിൽ കാരി റസ്മ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞ റസ്മ? അത് കുല്ലിയും മഖൂലും പറയപ്പെടാൻ പറ്റുന്ന കുല്ലിയാണ്. അതാ കസീരീന, അധികരിച്ചവകളുടെ മേലിൽ പറയപ്പെടാൻ പറ്റുന്ന കുല്ലി. അതിനെങ്ങനെ? മുഖ്തലിഫീന ബിദഖായി ബി ജവാബി മാവുക, മാവുവന്റെ ജവാബിൽ ഹഖീഖത്ത് വ്യത്യാസപ്പെട്ട പലതുകളുടെ മേലിൽ പറയാൻ പറ്റുന്ന. ഇനി അപ്പോഴും ഞാൻ പറയുന്നു, അത് കുല്ലിയോ, ഒരു കുല്ലി, അല്ലതി എങ്ങനത്തെ കുല്ലിയാണ്? അത് ഒരു മാഹിയത്തി, ഒരു മാഹിയത്തിന്റെ ജുസാണ്. അപ്പൊ ഇൻസാനിന്റെ ജുസ് ആണല്ലോ ഹയവാൻ കുല്ലിയാണ്. അപ്പം ഒരു മാഹിയത്തിന്റെ ജുസ് ആയി വരുന്ന കുല്ലി, അത് മുൻഹസിറുൻ, അത് ക്ലിപ്തമാകുന്നതാണ്. ഈ ജിൻസിൽ മാഹിയത്തി, ഒരു മാഹിയത്തിന്റെ ജിൻസിലും അതുപോലെ തന്നെ ഫസ്ലിലും. അപ്പൊ ഒരു മാഹിയത്തിനുള്ള ജിൻസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഫസ്ലിനെ സംബന്ധിച്ചും നമുക്ക് എന്ത് പറയാം?
മാഹിയത്തിന്റെ ജുസ് ആവുന്ന കുല്ലിജി എന്ന് എന്ത് ചെയ്യാം പറയാം. എന്താണ് കാരണം? തീർച്ചയായിട്ടും കാര്യം ഇമ്മ ഈ കുല്ലിജി ആവാം. എന്താവാ? തമാമ ജുസിഇൽ മുസ്തറക് ബൈനൽ മാഹിയത്തി വ ബൈന നൗഇൻ ആഖർ. ഒരു മാഹിയത്തിന്റെയും വേറെ നൗഇന്റെയും ഇടയിൽ തമാമ മുസ്തറക്കായിട്ട് എന്ത് ചെയ്യാം അത് വരിക. ഉദാഹരണം പറയാ. ഇപ്പൊ നമ്മൾ പറഞ്ഞു അൽ ഇൻസാനു വൽ ഫറസു മാഹുമാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഹയവാൻ എന്ന് പറയും. കണ്ട തമാമ മുസ്തറക്കാണല്ലോ. ജുസീന്റെ മുസ്തറക്ക് തമാമായിട്ട് വന്നിക്കണല്ലോ, താമാണല്ലോ അത്. അതിന് നുക്സാനിയത്തൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഔലായക്കൂന നമ്മളിപ്പോ പറഞ്ഞെന്താ? ഒരു കുല്ലി എന്തായിട്ട് വരിക? തമാമ ജുസീൽ മുസ്തറക്കായിട്ട് വരിക. അല്ലെങ്കിൽ എന്തായിട്ട് വരിക? ഒന്നും ആവാതെ വരിക. വൽ മുറാദു എന്നാൽ ഉദ്ദേശം തമാമിൽ ജുസീൽ മുസ്തറക്ക് ജമാമു ജുസീൽ മുസ്തറക്ക് എന്ന് പറഞ്ഞല്ല. അപ്പൊ തമാമു ജുസീൽ മുസ്തറക്ക് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ആണ്. എന്താ പറഞ്ഞ്? ഈ മായത്തിന്റെയും ഇടയിൽ കൂറാക്കപ്പെട്ടതായ മുസ്തറക്കായ ജുസ്, ആ മുസ്തറക്കായ ജുസ് ആണ് ഏത് കൊണ്ടുള്ള ഉദ്ദേശം? തമാമു ജുസുൽ മുസ്തറക്ക് എന്ന് പറഞ്ഞത് കൊണ്ടുള്ളതായ ഉദ്ദേശം. വൽ മുറാദു ബി തമാമിൽ ജുസിൽ മുസ്തറക്ക്. എന്തായാലേ അതായത് മായത്തിന്റെ അതന്നെ ഒരു മായത്തിന്റെയും ഒരു നൗഇന്റെയും ഇടയിൽ പിന്നെ ജുസുൽ മുസ്തറക്ക് തമാമു ജുസുൽ മുസ്തറക്കായിട്ട് എന്ത് ചെയ്യുക വരിക. അപ്പൊ അവൻ മുറാദു ബി തമാമി ജുസിൽ മുസ്തറക്ക് ബൈനൽ മാഹിയത്തി വ ബൈന നൗഇൻ ആഖറ. അപ്പൊ ആ പറഞ്ഞ തമാമ ജുസുൽ മുസ്തറക്ക് കൊണ്ടുള്ള ഉദ്ദേശം ഏതാണ്? അതിട്ടല്ലേ അതുകൊണ്ടുള്ളതായ ഉദ്ദേശം ഏതാണ്? അൽ ജുസുൽ മുസ്തറക്ക്, ഒരു മുസ്തറക്കായ ജുസ് ആണ്. പക്ഷെ എങ്ങനത്തെ മുസ്തറക്കായ ജുസ് ആണ്? ലാ യകൂനു വറാഅഹു, അതിന്റെ ബാക്കിൽ ഉണ്ടാവൂല ജുസും മുസ്തറക്കും വേറൊരു മുസ്തറക്കായ ജുസ് ഉണ്ടാവൂല. എവിടെ? ബൈനഹുമ, ആ മാഹിയത്തിന്റെയും നൗഇന്റെയും ഇടയിൽ കൂറായ വേറൊരു മുസ്തറക്കായ ജുസ് ഉണ്ടാവൂലാണ്. എന്ന് വെച്ചാൽ ഈ ജുസും മുസ്തറക്കായ ജുസ് ഉണ്ടാവില്ല. എങ്ങനെ? ലാ യകൂനു, അത് ആവുകയില്ല ജുസ് മുസ്തറക്ക്. അപ്പൊ തമാമു ജുസുൽ മുസ്തറക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം ഏതാണ്? ഒരു ജുസ് ആണ്, മുസ്തറക്കായ ജുസ്. ആ മുസ്തറക്കായ ജുസിന്റെ മറുഭാഗത്ത് ഏതുണ്ടാവൂല? വേറൊരു മുസ്തറക്കായ ജുസ് ഉണ്ടാവൂല. എങ്ങനത്തെ മുസ്തറക്കായ ജുസ്? ലാ യകൂനു, അത് ആവുകയില്ല ജുസ് മുസ്തറക്കിന്റെ ജുസ് ആവൂല. എങ്ങനത്തെ മുസ്തറക്കിന്റെ ജുസ്? ഖാരിജൻ അൻഹു, ആ കുല്ലിയം തൊട്ട് എന്ത് ചെയ്തത്? പുറപ്പെട്ടു. പിന്നെയോ ബൈ കുല്ലി ജുസീൻ മുസ്തറക്കിൻ ബൈനഹുമ, ആ മായത്തിന്റെയും നൗഇന്റെയും ഇടയിൽ കൂറാക്കപ്പെട്ടതായ മുസ്തറക്കായ ഒരു ജുസ് ഇമ്മ അയക്കൂന, ഒരു പക്ഷേ അത് ആവാം നഫ്സ ദാലിക ജുസി, ആ പറയപ്പെട്ട ജുസീന്റെ നഫ്സായിട്ട് വരാം. ആ ജുസം മിന്നു, അല്ലെങ്കിൽ ജുസ് ആയിട്ട് വരാം. ഏതുപോലെ? കൽ ഹയവാനി, ഹയവാനി പോലെ.
അത് വൈനഹോ തീർച്ചയായിട്ടും ഈ ഹയവാന് വൈനഹോ തീർച്ചയായിട്ടും ഈ ഹയവാന് തമാമ ജുസിൽ മുസ്തറക്കി അത് ജുസുൽ മുസ്തറക്കിന്റെ തമാമാണ്. എവിടെയുള്ള ജുസുൽ മുസ്തറക്ക് വൈനൽ ഇൻസാനി വലും കറസി ഇൻസാന്റെയും പറസിന്റെയും ഇടയിൽ. എന്തങ്ങനെ പറയാനുള്ള കാരണം? ഇത് കാരണം മുസ്തറക്ക് ഒരു മുസ്തറക്കായ ജുസും ലോകത്തില്ല. ഒരു മുസ്തറക്കായ ജുസും എവിടെ ഉള്ളത്? ബൈനഹുമ അവ രണ്ടിന്റെ ഇടയിലുള്ളത് ഒരു മായത്തിന്റെയും ഒരു നോയിന്റെയും ഇടയിലുള്ളത്. എങ്കിൽ എങ്കിലാ പറഞ്ഞത് ഏത് പറഞ്ഞത്? ഇതിലാ ജുസിയ പൈസക്ക് പൈനും അവ രണ്ടിന്റെ ഇടയിലുണ്ട്. മുസ്തക്കായ ജുസില്ല. പക്ഷെ എങ്ങനായിട്ടത് ഇല്ലാവാ പോകുവാതായിട്ടല്ല. അത് എന്തായിട്ട് വരാം? ഇമ്മാ നഫ്സുൽ ഹൈവാൻ ഒരുപക്ഷെ ഹൈവാന്റെ നഫ്സായിട്ട് വരും. അത് ജുസും മിന്നും അല്ലെങ്കിൽ ഹൈവാന്റെ ജുസുമായിട്ട് എന്ത് ചെയ്യും? അത് ഏതുപോലെ? ജൗഹരി ജൗഹർ പോലെ, ജിസ്മിന്നാമി പോലെ, അസാസു പോലെ, മുത്തഹരിക്കും പിരിറാത പോലെ. അത് മനസ്സിലായ? ഇതുപോലെ വൈങ്കാന കൊല്ലും മിന്ന ഈ പറയപ്പെട്ട ഓരോന്നും വൈങ്കാന മുസ്തറക്കം ബൈനൽ ഇൻസാനി വൽ ഫറസി ഇൻസാനിന്റെയും ഫറസിന്റെയും ഇടയിൽ അത് മുസ്തറക്കാണെങ്കിലും ഇൻസാനിന്റെയും ഫറസിന്റെയും ഇടയിൽ അത് എന്താണ്? മുസ്തറക്കാണ്. എന്നാലും അപരവനുവ കൊല്ലും മിൻഹുമാ അപ്പൊ ഈ പറയപ്പെട്ട രണ്ടെണ്ണത്തിൽപ്പെട്ട ഓരോന്നും ജൗഹർ, ജിസ്മുന്നാമി, അസാസ്, മുത്തഹരിക്കും ബിലിറാദ എന്ന് പറഞ്ഞില്ലേ? ഈ പറയപ്പെട്ട എല്ലാ ഓരോന്നും മിൻഹാനാണ്. പൈങ്കാന മുസ്തറക്കം ബൈനൽ ഇൻസാനി വൽ ഫറസി ഇൻസാന്റെയും ഫർസാന്റെയും എന്തെയും കുറവല്ല. ഇൻസാനാവുന്ന ഇൻസാനിന്റെയും ഫർസിന്റെയും ഇടയിൽ കൂറായതാണ് ജൗഹർ. അവ ജിസ്മുന്നാമി, ഹസ്സാസും മുത്തഹരിക്കും ബിലിറാദ അതൊക്കെ പറയല്ല. അതാ പറഞ്ഞത്. ഇൻകാന മുസ്തറക്കം ബൈനൽ ഇൻസാനി വൽ ഫറസി പക്ഷെ ഇല്ല അന്നഹു എങ്കിലും ഈ പറയപ്പെട്ട കുല്ലിയെ അത് അല്ല. എന്തല്ല? തമാമൽ മുസ്തറക്കി ബൈനഹുമാ ആ മായത്തിന്റെ നൗയിന്റെ ഇടയിലുള്ള മുസ്തറക്കായ തമാമെന്തല്ല. ആ മുസ്തറക്കിന്റെ തമാമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ബൽ വാലുഹു പയതാന്ന് പറയും. അവന് വേറെ ചോദ്യം. വൈന്നമായൂന് എന്നാൽ ആകുന്നത് തമായത് ഈ പറയപ്പെട്ട കുല്ലിയാകുന്നത് എന്താ? തമാമൽ മുസ്തറക്കി മുസ്തറക്കായിട്ട് വരിക. എന്തായിട്ട് വരിക? തമാമ മുസ്തറക്കായിട്ട് വരിക. ഇല്ല അന്നോ എങ്കിലും അത് ലൈസ തമാമൽ മുസ്തറക്ക് ബൈനഹുമ ഇതാണല്ലോ. തമാം മുസ്തറക്കല്ലല്ല. അപ്പൊ ജൗഹറൊന്നും തമാം മുസ്തറക്ക് എന്ന് പറയാൻ പറ്റൂലല്ല. എന്ന് പറയാൻ പറ്റൂല. തമാം മുസ്തറക്ക് എന്ന് പറയാൻ പറ്റൂല. പിന്നെ ബയലാന്ന് പറയാം. അത് ശരിയാണ്. അവന് വേറെ ചോദ്യം വരും. ഇതിപ്പോ തമാം മുസ്തറക്കിന്റെ ജുസായിട്ട് പറഞ്ഞത്. ഇനി അവന് വേറെ ചോദിക്കാം. ഇനി വൈന്നമാ യക്കോനു ഒരു കുല്ലിയാകുന്നത്
തമാമൽ മുസ്തറക്കി, അത് തമാം മുസ്തറക്ക് ആകുന്നത് ഏതാണ്? തമാം മുസ്തറക്ക് അൽ ഹയവാന്, ഒരു ഹയവാനാണ്. എങ്ങനത്തെ ഹയവാന്? അൽ മുസ്തമിലു, ചുറ്റിയതായ. എന്തിന്റെ മേല് ചുറ്റിയതായ? അലാൽ കുല്ലി, എല്ലാ അജിസായിന്റെ മേലും. ഏതെങ്കിലും ഇത് മാത്രമല്ല, മൊത്തത്തിലുള്ള എല്ലാത്തിന്റെ മേലും. അൽ മുസ്തമിലു അലൽ കുല്ലി, മുഴുവനത്തിന്റെ മേലും ചുറ്റിയതായ. എങ്കിൽ റുബ്ബമായുക്കാലു, ചിലപ്പോൾ പറയപ്പെടാറുണ്ട്. അൽ മുറാദ് ബി തമാമിൽ മുസ്തറക്കി, തമാം മുസ്തറക്ക് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം, തമാം മുസ്തറക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മജ്മൂഉൽ അജ്സാഇൽ മുസ്തറക്കി ബൈനഹുമാ, മജ്മൂഉൽ അജ്സാഇൽ മുസ്തറക്കത്തി ബൈനഹുമാ, ഒരു നൗഇന്റെയും അത് മാഹിയത്തിന്റെയും ഇടയിൽ കൂറാക്കപ്പെട്ടതായ ജുസിന്റെ എന്താണ്? മജ്മൂഅ്. മജ്മൂന്ന് പറയല്ല, മജ്മൂന്ന് പറയാ ഇപ്പൊ ഏതുപോലെ? കൽ ഹയവാനി, ഹയവാന് പോലെ. എന്നിട്ടോ ഫൈനോ, ഈ ഹയവാന്, നമ്മൾ പറഞ്ഞ ഹയവാൻ ഉണ്ടല്ലോ, ഈ ഹയവാന് മജ്മൂഉൽ ജൗഹരി വൽ ജിസ്മിൻ നാമി വൽ ഹസാസി വൽ മുതഹരിക്കിൻ ബിൽ ഇറാദ, ഇതൊക്കെ കൂടി കൂടിയതാണ് ഹയവാൻ. ഈ പറഞ്ഞ ജൗഹറും ജിസ്മുന്നാമിയും ഹസാസും മുതഹരിക്കും ബിൽ ഇറാദ ഒക്കെ പിന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഏത് വരുന്നത്? ഹയവാൻ വരുന്നത്. എങ്കിൽ വഹിയ, ഈ പറയപ്പെട്ട ജിസ്മുന്നാമി ജൗഹർ പോലത്തതൊക്കെ അജ്സാവും മുസ്തറക്കത്തും, അതൊക്കെ ഒരു മുസ്തറക്കത്തായ ജുസുക്കളാണ്. എവിടെ മുസ്തറക്കത്തായ ജുസുക്കള്? ബൈനൽ ഇൻസാനി വൽ ഫറസി, കണ്ടില്ലേ? ഇൻസാനിന്റെയും ഫറസിന്റെയും ഇടയിൽ കൂറാക്കപ്പെട്ടതാണ്. അത് രണ്ടും രണ്ട് നൗവാണ്. പക്ഷേ കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും ഓഹുവാ, ഈ പറഞ്ഞ അഭിപ്രായം, ഈ പറഞ്ഞതായ കൗല് ചിലപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഏത്? അതായത് തമാം മുസ്തറക്ക് എന്ന് പറഞ്ഞാല് റുബ്ബമായുക്കാലു, അങ്ങനെ തന്നെ അവിടെ പറയാണ്ടല്ല. അപ്പൊ ഓഹുവ, ഈ പറഞ്ഞ അഭിപ്രായമാകുന്നത്, ഏത് പറഞ്ഞ അഭിപ്രായം? ഇത് നമ്മൾ പറഞ്ഞില്ല, തമാം മുസ്തറക്ക് കൊണ്ടുള്ള ഉദ്ദേശം ഏതാണ്? അതായത് മായ്യത്തിന്റെ നൗവിന്റെ ഇടയിലുള്ളതായ മുസ്തറക്കത്തായ ജുസിന്റെ തമാമാണ്, അല്ല മജ്മൂ ആണ്. കൂടിയത്, കൂടിയതിനെ പറ്റിയപ്പോ നമ്മൾ പറഞ്ഞ ഹയവാനി പോലെ. അപ്പൊ ഈ ഹയവാനി എന്ന് പറയുന്നത് മജ്മൂഉൽ ജൗഹരി, അത് ജൗഹറും ജിസ്മുന്നാമിയും ഹസ്സാസും ഹസ്സാസും അതുപോലെ മുത്തഹരിക്കും ബിദറാദയും ഒക്കെ കൂടി ചേർന്ന് വരുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ വഹിയ, ഈ പറയപ്പെട്ടതൊക്കെ അജിസാവും മുസ്തറക്കത്ത്, ഇവകൾക്കൊക്കെ എന്തെന്ന് പറയാം? മുസ്തറക്കത്തായ ജുസുക്കൾ എന്ന് പറയാം. എവിടെ മുസ്തറക്കത്തായ ജുസ്? ബൈനൽ ഇൻസാനി വൽ ഫറസ്, ഇൻസാന്റെയും ഫറസിന്റെയും ഇടയിൽ മുസ്തറക്കത്തായ ജുസാണ് ഈ പറഞ്ഞതെന്നൊക്കെ പറയല്ല. പക്ഷെ കാര്യം എങ്ങനെയാണെങ്കിലും ഓഹുവ, ഈ യുക്കാലു എന്ന് പറഞ്ഞില്ലേ, ആ യുക്കാലു എന്ന് പറഞ്ഞതിന്റെ ആ പറഞ്ഞ ആ വാക്ക് അത് മങ്കൂദും ബിൽ അജ്നാസിന് ബസീത്ത്, അതായത് ബസീത്തയായ ജിൻസ് കൊണ്ട് അതിനെ നെക്കത്ത് ചെയ്യപ്പെടും. കാരണം ബസീത്തയായ ജിൻസിനെ വെച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നല്ല, ബസീത്തയായ ജിൻസ്. അപ്പൊ ആ ബസീത്തയായ ജിൻസ് കൊണ്ട് എന്ത് ചെയ്യും? അതിനെ ഇത്തിറാദ് ചെയ്യപ്പെടും. ബസീത്താനെ ജുസില്ലാത്തത് ഏതുപോലെ? ജൗഹർ പോലെ. കാരണം ചെയ്യാൻ തീർച്ചയായും ഈ ജൗഹർ എന്ന് പറയുന്നത് ജിൻസുൻ ആലി, അത് ഏതാണ്? ആലിയായ ജിൻസാണ്. അതോടുകൂടി വലായക്കൂന് ജഹു ജുസുൻ, അതിന് ജുസ് തന്നെ ഉണ്ടാവില്ലല്ല. അത്തായസി അങ്ങനെ ജുസ് ഉണ്ടെങ്കിലല്ലേ പറ്റ. എന്ത്? അന്യഹോ, തീർച്ചയായിട്ടും ഈ ജൗഹർ എന്നുള്ളത് അത് മജ്മൂഉൽ അജ്സാഇൽ മുസ്തറക്കത്തി, മനസ്സിലായ? പരസ്പരം കൂറാക്കപ്പെട്ട ജുസുക്കളുടെ മുസ്തറക്കാണ്, അത് മജ്മൂ ആണ്. മുസ്തറക്കായ അജ്സാഇന്റെ മജ്മൂ ആണ്. അപ്പൊ അതടിസ്ഥാനത്തിൽ ഇപ്പൊ ഇബാറത്തുന, നമ്മുടെ വാക്ക് എന്താ വാക്ക്? അസദുൻ എന്ന് പറഞ്ഞതായ വാക്ക്.
നമ്മളിപ്പോൾ ഒരു അസദ് എന്നുള്ള ലഫ്ദ് പറഞ്ഞു. ഉം? ഉം. എവിടെ ഇപ്പൊ ഇബാറത്തുന, അപ്പോൾ നമ്മുടെ ഇബാറത്ത്, ഫൈബാറത്തുന നമ്മുടെ ഇബാറത്ത് അസദുൻ, അസദ് എന്നുള്ള ഇബാറത്ത്. ഇബാറത്തുന അപ്പോൾ നമ്മുടെ ഇബാറത്ത്. ഒന്ന് സ്റ്റക്കായത് എന്താന്ന് പറഞ്ഞാലൊന്ന് ഇടക്കിടക്കൊന്ന് തൂങ്ങിയതാണ്. പെട്ടെന്ന് ഉറക്ക് വന്നിട്ടൊന്ന് തൂങ്ങിയത്, അതാ കുറച്ച് ക്ലാസ് സ്റ്റക്കായത്. ഇബാറത്തുന അപ്പോൾ നമ്മുടെ ഇബാറത്ത് അസദുൻ എന്ന് പറഞ്ഞ വാക്ക്. പിന്നെ എങ്കിൽ ഹാദൽ കലാം, ഈ പറഞ്ഞ കലാമ് വഖഅ അത് സംഭവിച്ചിരിക്കുന്നു, വഖഅ അത് സംഭവിച്ചിരിക്കുന്നു, അപ്പൊ ഹാദൽ കലാമു ഈ പറയപ്പെട്ടതായ കലാമ്, ഏത് കലാമ്? അതായത്
നമ്മൾ ദലീലിനെ പറ്റി പറയുമ്പോൾ ദലീലിന്റെ ഇടയിൽ പറഞ്ഞതായ ഒരു വിഷയം ഉണ്ടല്ലോ, അതിനെ പറ്റിയപ്പാ പറയുന്നത്. ദലീലിന്റെ ജുസുക്കളുടെ ഇടയിൽ സംഭവിച്ചതായ ഒരു കലാം. ആദൽ കലാമു, ഈ കലാമ് അത് സംഭവിച്ചിട്ടുണ്ട് ഫിൽ ബൈനി, ഈ പറയപ്പെട്ടതായ പിന്നെ അജിസായിന്റെ ഇടയിൽ അത് ബൈനിയത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ജോഹർ, ഇസ്മുന്നാമി, ഹസ്സാസ്, മുതാരിക്കും ബിലിറാദ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ നമ്മക്ക് മടങ്ങാം. ഇതാമ ഒന്നിലേക്ക് കുഞ്ഞാപ്പിഹി, നമ്മൾ അതിലായിരിക്കും. അപ്പൊ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒന്നിലേക്ക് നമുക്ക് പോവാം. എന്നിട്ടെന്ത് ചെയ്യാ? അപ്പൊ നക്കൂലു, അപ്പൊ നമുക്കതൊന്ന് വിശദീകരിച്ച് പറയാം. എന്താണ് പറയുന്നത്? ജുസുൽ മാഹിയത്ത്, ഒരു മാഹിയത്തിന്റെ ജുസ്. ഉദാഹരണം പറയും, ഇൻസാൻ എടുക്കാം നമുക്ക്. ഇൻസാന്റെ മാഹിയത്താണ് ഹയവാനാത്തിക്ക്. ഹയവാനാത്തിക്കിന്റെ ജുസ് ആണ് ഏത്? ഹയവാന്. അപ്പോ ഹയവാന് എന്നുള്ളത് മാഹിയത്തിന്റെ ജുസ് ആണ്. ഇൻകാന. ഇനി ഈ ഹയവാന് എന്നുള്ളത് ആയാല് തമാമൽ ജുസിൽ മുസ്തറക്കി ബൈനൽ മാഹിയത്തി വ ബൈന നൗഇൻ ആഖറ. ഒരു മാഹിയത്തിന്റെയും വേറൊരു നൗഇന്റെയും ഇടയില് അത് തഖാവുൽ ജുസുൽ മുസ്തറക്കായിട്ട് വന്നാൽ, അപ്പൊ ഏതുപോലെ? ഉദാഹരണം പറയാ, ഇൻസാനിന്റെയും അതുപോലെ തന്നെ ഫർസിന്റെയും ഇടയില്, ഇൻസാനിന്റെയും ഫർസിന്റെയും ഇടയില് എന്താണ് ജുസുൽ മുസ്തറക്കിന്റെ തമാമാണല്ലോ ഇത് ഹയവാനി എന്നുള്ളത്. ഹയവാനി എന്നുള്ളത് അങ്ങനെയാണല്ലത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഹയവാനെ സംബന്ധിച്ച് നമുക്ക് എന്തെന്ന് പറയാ? അത് ജിൻസു. അപ്പൊ എനിക്ക് ജിൻസ് എന്ന് പറയും. അപ്പൊ ഒരു മാഹിയത്തിന്റെയും വേറെ നോയിന്റെയും ഇടയില് കൂറാക്കപ്പെട്ട ജുസിന്റെ താമായിട്ടാണ് ഒരു കുല്ലി വരുന്നതെങ്കിൽ അപ്പൊ എനിക്ക് ജിൻസ് എന്ന് പറയും. അല്ല, ഇനി വയില്ല, ഇനി എന്തായില്ല, തമാം മുസ്തറക്കായിട്ട് വന്നീല. അവിടെ തമാമ് മുസ്തറക്കായിട്ട് എന്ത് ചെയ്തില്ല? വന്നീല. അങ്ങനെ വരാതിരുന്നാലോ ഫഹുവൽ ഫസ്ലു, അപ്പൊ എനിക്ക് ഫസ്ലു എന്ന് പേര് പറയപ്പെടും. എന്നാൽ അമ്മല്ല പോലും. അപ്പൊ ഒന്നാമത്തെ നമ്മളിപ്പോ ജിൻസിയെ പറ്റി പറഞ്ഞില്ലേ, അപ്പൊ ഒന്നാമത്തേത് പലി അന്ന ജുസ് അൽ മാഹിയത്ത്. നമ്മൾ ജിൻസാന്ന് പറയാനുള്ള കാരണം പറയാണ്, അത് കാരണമുള്ള കാരണമാണ് ഒരു മാഹിയത്തിന്റെ ജുസ്. ഇപ്പൊ ഇൻസാന്റെ മാഹിയത്താണ് ഏത്? ഹയവാനാത്തിക്ക്. ഈ ഹയവാനാത്തിക്കിന്റെ ജുസ് ആണ് ഏത്? ഹയവാന്. അപ്പൊ ഈ പറയപ്പെട്ടതായ മാഹിയത്തിന്റെ ജുസ് ഈ കാനാത് ആയി. എന്തായി? തമാമൽ ജുസിൽ മുസ്തറക്കി. അതായത് തമാമു ജുസുൽ മുസ്തറക്ക് ആയാല് എവിടെ? ബൈനഹ, ഒരു മാഹിയത്തിന്റെയും ഒരു നൗഇന്റെയും ഇടയിൽ. അങ്ങനെ വരുമ്പോ യക്കൂനു, അപ്പൊ അത് ആവും മഖൂലൻ, പറയപ്പെടുന്നതാവും. ഈ ജവാബി മാഹുവ, മാഹുവിന്റെ ജവാബ്. ഇതെങ്ങനെ? ബിശിർക്കത്തിൽ മഹ്ള, മഹളായ ചെറുക്കത്തിന്, മുത്തലക്കായ ചെറുക്കത്തല്ല. നമ്മൾ വിശദീകരിക്കാൻ പോവുകയാണ്. കാരണം അന്നഹു, തീർച്ചയായിട്ടും കാര്യം. ഇതാ സുയില, ചോദിക്കപ്പെട്ടാല്, എന്തേ? ഇതാ സുയില, ചോദിക്കപ്പെട്ടു, അനിൽ മാഹിയത്തെ, ഒരു മാഹിയത്തെ തൊട്ടും വദാലിക നോയി, ആ നോയിനെ തൊട്ടും ചോദിക്കപ്പെട്ടു. ഫൽ ഇൻസാനു വൽ ഫർസു മാഹുമാന്ന് ചോദിച്ചോന്ന്. ഉറങ്ങ. ഫൽ അൽ ഇൻസാനു വൽ ഫർസു മാഹുമാന്ന് ചോദിച്ചു. ഇൻസാനും ഫർസും എന്താണെന്ന് ചോദിച്ചു. അവ ചോദിക്കപ്പെട്ടാലോ കാനൽ മത്ലൂബ്, അവ തേടപ്പെടുന്നതാവും തമാമൽ മാഹിയത്തിൽ മുസ്തറക്കത്തി ബൈനഹുമാ, ഈ രണ്ടെണ്ണത്തിന്റെയും ഇടയില് അത് മുസ്തറക്കത്തായ മാഹിയത്തിന്റെ തമാമായിട്ട് എന്ത് ചെയ്യണം? എങ്കിൽ
ആ കഴിഞ്ഞു. ഈ അന്യഹോ തീർച്ചയായിട്ടും കൈലാസുയില നമ്മൾ ചോദിക്കപ്പെട്ടു. എന്താണ് ചോദിക്കപ്പെട്ടത്? അനിൽ മാഹിയത്തി വദാലിക്കൻ നോയി. ഒരു മാഹിയത്തെ തൊട്ടും ആ നോയിനെ തൊട്ടും ചോദിക്കപ്പെട്ടാൽ കാനൽ മത്ലൂബു, അപ്പൊ അവിടെ തേടപ്പെടുന്ന കാര്യമാവും തമാമുൽ മാഹിയത്തായി. എങ്ങനത്തെ തമാമുൽ മാഹിയത്ത്? അത് മുസ്തറഖത്തി ബൈനഹുമാ, മുസ്തറഖത്തായ എങ്കിൽ ബഹുവ അത് ദാലിക്ക ജുസു, അത് ആ ജുസ് ആണ്. നമ്മളിപ്പോ ഈ പറയപ്പെട്ട ജുസ് ആ ജുസ് ആണ്. പക്ഷെ അത് എപ്പോഴും ഇനി വൈദാ ഉപരിത മാഹിയത്ത്, ഇനി മാഹിയത്തിന് നമ്മൾ എന്ത് ചെയ്ത് തനിപ്പിക്കപ്പെട്ടു. ബിസ്വാരി, സുആദ് കൊണ്ട് തനിപ്പിക്കപ്പെട്ടു മാഹിയത്തിനെ. ഒരു മാഹിയത്ത് മാത്രം പറഞ്ഞു. ഇത് മാഹിയത്ത് അതായത് അൽ ഇൻസാനു മാഹുവാന്ന് വെച്ച് പറയുന്നതായ അൽ ഇൻസാനു മാഹുവാന്ന് വെച്ച് അൽ ഇൻസാനു മാഹുവാന്ന് ചോദിച്ചാലോ അതാണ് ഉഫിരിതൽ മാഹിയത്ത് ബിസ്സുആലി. സുആല് കൊണ്ട് മാഹിയത്തിനെ തനിപ്പിക്കപ്പെട്ടു. ആ മാഹിയത്തിനോട് കൂടി വേറെ നോവ് പറഞ്ഞിരാന്ന്, വേറെ നോയിനെ എന്ത് ചെയ്തില്ല പറഞ്ഞിരാന്ന്. അപ്പൊ മാഹിയത്തിനെ മാത്രം പറഞ്ഞു കഴിഞ്ഞാല് രസിക ദാരിക്ക ജുസ്, അപ്പൊ ആ ജുസ് വരാൻ പറയാൻ പറ്റൂല. ഏത് അയവാന്നുള്ള പറയാൻ പറ്റൂലെന്ന് പറ്റുമോ? പറ്റൂല. കാരണം ഇൻസാന്റെ താരിഖ് അയവാനല്ല, അയവാൻ ആത്തിക്കാണ്. രസിക ദാരിക്ക ജുസ്, അപ്പൊ ആ ജുസ് പറ്റൂല. യകൂന മഖൂലൻ ഫിൽ ജവാബി, മാഹുവിന്റെ ജവാബിൽ പറയാൻ പറ്റുന്ന. കാരണം മാജമ്മോന്റെ ജവാബിൽ പറയണമെങ്കിൽ എന്താവണം? തമാ മുസ്തറഖായിട്ട് വരണം. മനസ്സിലായ? ആ ജുസ് പറയാൻ പറ്റില്ല. എന്തിന്? മക്കൂലം ഫിൽ ജവാബി, ജവാബിന് പറയപ്പെട്ടതാവാൻ പറ്റൂല. അപ്പൊ ഇതുപോലെ അൽ ഇൻസാനും ആവാന്ന് വെച്ചാൽ വെറും ഹൈവാനെന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. ഹൈവാനെന്ന് മാത്രം പറഞ്ഞാൽ അത് തൈരീഫ് ചെയ്യപ്പെടൂലല്ലോ. അതിന് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ, അതിന് തൈരീഫെന്ന് പറയാൻ പറ്റൂലല്ലോ. എന്താ കാരണം? അന്നൽ മത്ലൂബ് ഹീനയിൻ. അങ്ങനെ വെക്കുമ്പോൾ അവിടെ തേടപ്പെടുന്നത് ഓ തമാമ മാഹിയത്തിൽ മുക്തസത്തി, മുക്തസത്തായ മാഹിയത്തിന്റെ തമാമാണ്. സദിക്ക് എങ്ങനെ ഒരു മുക്തസത്തായ മാഹിയത്തിന്റെ തമാമാണല്ലോ. അൽ-ഇൻസാന് മാവുവാന്ന് ചോദിച്ചാല് ഇൻസാനാകുന്ന മാഹിയത്തിന് ഖാസായ ഒന്ന് പറയണം. അപ്പൊ ഒരു അയവാൻ പറഞ്ഞോണ്ട് കാര്യമില്ല. ഇനി എന്ത് പറയണം? അയവാദാത്തിക്ക് തന്നെ പറയണം. ജുസു, ഏത് ഒരു ജുസ് എന്നുള്ളത് യായക്കോന് തമാമൻ മാഹിയത്തിന് മുക്തസത്തായ മാഹിയത്തിന്റെ തമാമായിട്ട് ഒരിക്കലും വരാൻ പറ്റില്ല. ഏത് ഒരു ജുസ്. എന്താ കാരണം? ഇത് കാരണം ഹുവ, ഈ ജുസ് എന്ന് പറഞ്ഞാല് മാ ഒന്നാണ്. എത്രക്കബു ഷെയ്യു, ഒരു ഷെയ്യു ഉണ്ടായിത്തീരും. ആ ജുസിയിൽ നിന്നും പിന്നെ വാൻ വൈദ്യ ജുസ് അല്ലാത്ത വേറൊന്നിൽ നിന്നും വരണ്ടായില്ല. വേറെ ഒന്നിൽ നിന്നും എന്റെയും ഉണ്ടായിത്തീരും, ഉറക്കമായി വരും. ഇതായില്ല അവിടെ വരണ്ടായില്ല. ഈ അന്നൽ മത്ലൂബ, തീർച്ചയായിട്ടും തേടപ്പെടുന്നത് ഈ നൈരിൻ. ഇപ്പൊ നമ്മളിങ്ങനെ മായത്തിനെ മുഫറദാക്കിയിട്ട് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ അവിടെ തേടപ്പെടുന്നത് അത് തമാമുൽ മാഹിയത്തിൽ മുഖത്തസത്തി. നമ്മൾ ചോദിച്ചപ്പോ ഇൻസാന് തന്നെ, അപ്പൊ ഇൻസാന് കൊണ്ട് പ്രത്യേകമായ ഒരു മാഹിയത്തിന്റെ തമാമായിട്ട് അവിടെ പറയേണ്ടത്. ഏത് സ്ഥിതിയിൽ ഒരു ജുസ് പയവാൻ ജുസ് ആണ്. ആ ജുസിലായക്കൊന്ന് തമാമൻ മാഹിയത്തിൽ മുഖത്തസത്തി, മുഖത്തസത്തായ മാഹിയത്തിന്റെ തമാമാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റില്ല. ഇത് കാരണം. കാരണം എന്താ? ഇത് ഹുവ, ഈ ജുസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വിഷയം. ഒരു ജുസ് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്. എത്രക്കബു ഷെയ്, ഒരു ഷെയ് ഉണ്ടാവും. അനുഭവ ഈ ജുസിയിൽ നിന്നും
വൻ വൈദിഹി വേറൊരു ദീൻ. അപ്പം ഉദാഹരണമായി ഈ ഇൻസാൻ ഉണ്ടാവും, ഏതിൽ നിന്നുണ്ടാവും? ഹയവാനിൽ നിന്ന് നാട്ടിൽ നിന്ന്. ഉദാഹരണം പറഞ്ഞതാണ്. എങ്കിൽ ഇപ്പോൾ ആദിക്ക ജുസ്, അപ്പം ആ പറയപ്പെട്ട ജുസ്, ആ പറയപ്പെട്ട ജുസ് ഇന്നമായ ഫോനുമാക്കോലൻ, അത് പറയപ്പെടാൻ പറ്റുന്നത് ഈ ജവാബിമാഹു അമാഹുവിന്റെ ജവാബിലാണ് പറയാൻ പറ്റുന്നത്. അതെങ്ങനെ? ഷിർക്കത്തിന്റെ പിന്നെ രൂപത്തിലൂടെ മാത്രം എന്ത് നോക്കിയിട്ട്. പക്ഷെ കാര്യം അങ്ങനെയാണെങ്കിലും വരാനായി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ബിൽ ജിൻസ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇല്ലാഹാദ, ഇതല്ലാതെ ശിർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാവുവിന്റെ ജവാബിൽ പറയപ്പെടുന്നു. ഉദാഹരണം ഏതുപോലെ? ഹയവാന് പോലെ. ഫൈനോ, തീർച്ചയായിട്ടും ഈ ഹയവാന് കമാലു ജുസിൽ മുസ്തറക്കത്തിൽ ബൈന മാഹിയത്തിൽ ഇൻസാനി വബയാവനോ ഇന്നാഹറ കൽ ഫറസ്, ഫറസിന്റെയും ഇൻസാനാകുന്ന ഫറസിന്റെയും അതുപോലെ തന്നെ ഫറസാകുന്ന മാഹിയത്തിന്റെയും ഇടയിൽ കൂറാക്കപ്പെട്ടതായ ജുസിന്റെ കമാലാണ്. മറ്റൊരു ഉദാഹരണം പറയാം. ഇത് ഏതുപോലെയെന്ന് അറിയാം. അത്തായിദാസുയിലും ചോദിക്കപ്പെട്ടു. എന്തിനത്തോട്ട് ചോദിക്കപ്പെട്ടു? അതിൽ ഇൻസാനിയെ തൊട്ട് എന്ത് ചെയ്ത് ചോദിക്കപ്പെട്ടു. ഒരു ഫറസിനെ തൊട്ടും ചോദിക്കപ്പെട്ടു. അതിൽ ഇൻസാൻ വൽ ഫറസ് മാഹുമാന് വെച്ച്. അപ്പോൾ ഖാന് ജവാബ്, അപ്പോൾ ജവാബാവും ഹയവാനാവും. അല്ലെങ്കിൽ വൈനുഫിരിൽ ഇൻസാനെ തനിപ്പിക്കപ്പെട്ടു സുവാദ് കൊണ്ടിട്ട്. അപ്പൊ നമ്മ സുലഹിരി ജവാബി ഹയവാനും, ജവാബിനക്ക് ഹയവാൻ പറ്റൂലാണ്. ഹയവാൻ എന്താ ചെയ്യാൻ പറ്റൂല? പറയാൻ പറ്റൂല. കാരണം എന്താ? എന്ന തമാമ മാഹിയത്തി, ഒരു ഇൻസാനിന്റെ തമാമുൽ മാഹിയത്ത് തന്നെ എന്താണ്? അത് ഹയവാനാത്തി കാണും. ഇതെന്തല്ല അല്ല ഹയവാനോ പക്കത്ത്. എന്നാൽ വറസമോഹം, ആ വന്തിക്ക് പണ്ഡിതന്മാരും ഈ ജിൻസിനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? റസ്മ പറഞ്ഞിട്ടുണ്ട്. റസ്മ എന്താന്ന് അറിയല്ല. അദ് പറഞ്ഞിട്ടുണ്ട്, റസ്മ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് റസ്മ പറഞ്ഞത്? കുല്ലിയൻ, ഒരു കുല്ലിയാണ്. ബി അന്നഹു, ഈ ജിൻസ് എന്ന് പറഞ്ഞാല് കുല്ലിയൻ, അത് കുല്ലിയാണ്. മഖൂലൻ, പറയപ്പെടാൻ പറ്റുന്ന കുല്ലിയാണ്. അലാ കസീരീന, അധികരിച്ചവകളുടെ മേലിൽ. എങ്ങനത്തെ അധികരിച്ചവകളാണ്? മുഖ്തലിഫീന ഫിൽ ഹഖായിഖി, ഹഖീഖത്ത് വ്യത്യാസപ്പെട്ട. അപ്പൊ ഹഖീഖത്ത് വ്യത്യാസപ്പെട്ട അധികരിച്ചതിന്റെ മേൽ പറയാൻ പറ്റുന്ന കുല്ലി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എവിടെ? ബി ജവാബി മാഹുവന്റെ ജവാബിൽ. മനസ്സിലായ? മാഹുവയുടെ ജവാബിൽ ഹഖീഖത്ത് വ്യത്യാസപ്പെട്ട പലതുകളെ മേൽ പറയപ്പെടാൻ പറ്റുന്ന ഒരു കുല്ലിയെ. ചെറിയ ചോദ്യം. എന്താ ചോദ്യം എന്ന് അറിയോ? കസീരിന്റെ മേൽ പറയപ്പെടാൻ പറ്റുന്ന കുല്ലി എന്ന് പറയണ അതല്ലോ. കാരണം കസീരിന്റെ മേൽ പറയപ്പെട്ട അതിനത് കുല്ലിയായല്ലോ. പിന്നെ അവിടെ കുല്ലി എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല എന്ന് അതാണ് പറഞ്ഞത്. അതിന് പറയാൻ പോകുന്ന വിഷയം ഇപ്പൊ അതന്നെയാണ്. കുല്ലി. അപ്പൊ ഈ കുല്ലി എന്ന് പറഞ്ഞ പദം അത് മുസ്തദറക്കുന്നത് സാഹിറാണ്. കണ്ടാ, കുല്ലി എന്നുള്ള പദത്തിന്റെ ആവശ്യങ്ങളില്ല. ഏത് കുല്ലി? അതല്ല, കുല്ലിയും മഖൂലും അലേ കസീരീന മുഖ്തലിഫീന ബിൽ ഹഖായിഖി എന്ന് പറഞ്ഞില്ലേ? അവിടെ കുല്ലിന്റെ ആവശ്യമില്ല അവിടെ. അല്ലാതെ തന്നെ പലതിനുമേ പറയാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേന് കുല്ലി വന്നില്ലേ? അങ്ങനെ അപ്പൊ ജഫുൽ കുല്ലി എന്ന് പറഞ്ഞ ജഫുൽ മുസ്തദറക്കുന്നത് സാഹിറയാണ്. അതോടുകൂടി വൽ മഖൂലു വലാ കസീരീന, മഖൂലു വലാ കസീരീന എന്ന് പറഞ്ഞാൽ ജിൻസുൻ, അത് ജിൻസാണ്. ഏതിനൊക്കെയുള്ള ജിൻസ്? ഈ 5 കുല്ലിന്റെ നൗഉകൾക്കുള്ളതായ നൗഉകളെ സംബന്ധിച്ചും എന്തെന്ന് പേര് പറയാ? ജിൻസ് എന്ന് പറയാവുന്നതാണ്. അതോടുകൂടി യഖ്റുജു, പുറപ്പെടും. ബിൽ കസീരീന, കസീരീന എന്ന് പറഞ്ഞത് കൊണ്ട് പുറപ്പെടും. അൽ ജുസീ, ഒരു ജുസീ എന്തെയും. കാരണം ജുസീ എന്ന് പറഞ്ഞാൽ പലതിന്റെ മേൽ പറയാൻ പറ്റൂല എന്നാ. ഞാൻ തീർച്ചയായിട്ടും ജുസീ എന്ന് പറഞ്ഞാൽ മഖൂലിന് അത് പറയപ്പെടാൻ പറ്റും,
അല്ല വായില് ഒരൊറ്റ വർദ്ധിന്റെ മേലെ എന്നാ ചെയ്യാ പറയാൻ പറ്റും. അപ്പൊ പറയപ്പെടും ഹാദാ സൈദുൻ ഹാദാ സൈദുൻ എന്ന് പറയും. മനസ്സിലായില്ല? ബിൽ കസീരീന എന്ന് പറഞ്ഞുകൊണ്ട് ജുസീ പുറപ്പെട്ടു. കാരണം ജുസീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ നിന്റെ മേൽ പറയാൻ പറ്റുക അന്നവും അക്കൂദിനല്ല വാഹിദിൻ, ഒരൊറ്റ നിന്റെ മേൽ പോയി പറയും. അതുപോലെ ഹാദാ സൈദുൻ എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. എന്ന് വബി കൗലീന, ഇനി വേറെ വിഷയം, വബി കൗലീന നമ്മുടെ കൗല് കൊണ്ട്. ഏതാ നമ്മൾ പറഞ്ഞ മുഖ്തലിഫീന ബിൽ അക്കായിക്കുന്നില്ലേ, ഹഖീഖത്ത് വ്യത്യാസപ്പെട്ട പലത് എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞത് കൊണ്ട് പുറപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ ഹഖീഖത്ത് വ്യത്യാസപ്പെട്ടതല്ല, ഹഖീഖത്ത് ഒത്തതാണ്. മക്കൂലുൻ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ടതായ ഈ നൗഹ് എന്ന് പറയുന്നത് അത് മക്കൂലും പറയാൻ പറ്റുന്നതാണ്. അലാ കസീരീന മുത്തഫിഖീന ബിൽ അക്കായികി ഫീ ജവാബി മാഹുവ. മാഹുവിന്റെ ജവാബിലെ ഹഖീഖത്ത് ഒത്തതായ പലതിന്റെ മേൽ എന്ത് ചെയ്യും? നൗഹ് പറയും. ഇപ്പൊ ഇൻസാൻ തന്നെ لأنه مقول على كثيرين متفقين بالحقائق في جواب ما هو. അതേപോലെ ജവാബി മാഹുവന്റെ ജവാബ് എന്ന് പറഞ്ഞുകൊണ്ട് യഖ്റുജുൽ കുല്ലിയാത്തുൽ ബവാക്കി മറ്റുള്ള കുല്ലികളൊക്കെ പുറപ്പെട്ടു. അതേതാണ്? ഖാസയും ഫസലും അർള് ആമയും. പിന്നെ ഇടക്ക് ചെറിയ ക്ലാസ് എടുക്കുമ്പോൾ ഉറക്കിൽ പെട്ടുപോയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായത്. ശരി, അസ്സലാമു അലൈക്കും.